ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വിന്നീസ് എന്ന് പറഞ്ഞ ചാരിറ്റി ഓർഗനൈസേഷനാണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിങ്ങൾ പല സ്ഥലത്തും ഈ വിന്നീസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചതും അതുപോലെ തന്നെ കേടുപറ്റാത്തതും കീറാത്തതുമായിട്ടുള്ള ഏത് സാധനങ്ങളും നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അത് ഇലക്ട്രോണിക് ഐറ്റംസ് ആവാം, അതുപോലെ തുണികളാവാം, ചെരുപ്പാവാം കേട്ടോ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കണം. അപ്പോൾ ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനവും ഒരു വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അത് ചിലപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് ആവാം, പാത്രങ്ങളാവാം, ഇലക്ട്രോണിക് അപ്ലയൻസുകളാവാം, ചെറിയ ഗ്ലാസ്സോ ഇല്ലെങ്കിൽ കുപ്പികളുടെ പല ഐറ്റംസ് ആവാം, ഓർണമെൻറ്റ്സ് ആവാം, കുട്ടികളുടെ ടോയ്സ് ആവാം. ഇതെല്ലാം തന്നെ പല ആൾക്കാർ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചില കടകളൊക്കെ കാലിയാക്കി പോകുമ്പോൾ അവർ അവിടുത്തെ സാധനങ്ങൾ മൊത്തം ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മളൊരു സാധാരണ കടയിൽ ചെന്ന് സാധനം മേടിക്കുന്ന പോലെ തന്നെ ഇവിടെ ചെന്നിട്ട് നമുക്ക് ട്രയൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. ഓസ്ട്രേലിയയിൽ എല്ലാ സാധനങ്ങളും ഇവിടെ റീയൂസ് ചെയ്യുന്നുണ്ട്. അത് പാൻസ് ആവാം, ഗൗണാവാം, പാത്രങ്ങളാവാം, ഇതുപോലെ ഷൂസോ ക്യാപ്പുകളോ കുട്ടികളുടെ ടോയ്സോ എല്ലാ സാധനങ്ങളും ഈ കീറാത്തതും കേടാവാത്തതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവർ റീയൂസ് ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ഇതുപോലെയുള്ള കടകളിലൂടെയും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലൂടെയും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെയൊക്കെ ഞാൻ ഒരുപാട് ഇതുപോലെ ആൾക്കാർ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗ സാധനങ്ങൾ അവർ സെല് ചെയ്യാറുണ്ട്, നമ്മൾ മേടിക്കാറുമുണ്ട്. പല ഫർണിച്ചേഴ്സൊക്കെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഫർണിച്ചേഴ്സൊക്കെ ഒരുപാട് നമ്മൾ ഇതുപോലെ മാർക്കറ്റ് പ്ലേസിലൂടെയാണ് മേടിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം കുറഞ്ഞ പൈസയ്ക്ക് നല്ലൊരു സാധനം നമുക്ക് കിട്ടും. കുട്ടികളുടെ ബാഗുകൾ, സ്കൂൾ യൂണിഫോമുകൾ, ഡ്രസ്സുകൾ അങ്ങനെ എല്ലാം നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയയിൽ സ്കൂൾ യൂണിഫോമിനൊക്കെ നല്ല പൈസയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും സ്കൂൾ യൂണിഫോം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ചെറുതാവുകയാണെങ്കിൽ അതെല്ലാം തന്നെ നല്ല കണ്ടീഷനാണെങ്കിൽ അത് ഇവിടെ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇതുപോലുള്ള എല്ലാ ഡ്രസ്സുകളും അവിടെ വാങ്ങിക്കാൻ പറ്റും. ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകൾ സെപ്പറേറ്റായിട്ട് വിൽക്കുന്നത് കാണാം, വലിയ ആൾക്കാരുടെ ഡ്രസ്സുകൾ. അപ്പോൾ ഇത് $20 ആണ്, അത് $4 അവർ വിൽക്കുന്നത് ആ പാൻസ്. അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു വിലക്കുറവിൽ നമുക്കവിടെ കിട്ടും. ഇത് ഉപയോഗിച്ചാണെന്ന് മാത്രം. ഈവൻ ചില ആൾക്കാർ ഉപയോഗിക്കാതെ സാധനങ്ങളും പുതിയ സാധനങ്ങളും അതുപോലെ തന്നെ അവിടെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ചിലതൊക്കെ നമുക്ക് കാണാം ടാഗ് പോലും പൊടിച്ച് കാണത്തില്ല. കുട്ടികളുടെ മൊത്തം ഡ്രസ്സുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതിനകത്ത് ഇവർ ഇതിനൊക്കെ തന്നെ വാഷ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് അതിനെ അയൺ ചെയ്തിട്ടാണ് അവിടെ വിൽക്കാറുള്ളത്. ഇത് കുട്ടികളുടെ ഡ്രസ്സ് ഐറ്റംസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ടോയ്സ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടായം കൊണ്ട് പോകുമ്പോൾ ടോയ്സിനോടെ പോകും. കുട്ടായിക്ക് എപ്പോഴും ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഈ ടോയ്സൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടോയ്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടായിക്ക് വേണ്ടി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ബൈ.